ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വഴികാട്ടികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറച്ച് പേരാണ് ഈ സിനിമാ രംഗത്തുള്ളത്. ശ്രീ നെടുമുടി വേണു, ശ്രീനിവാസൻ, ഇന്നസെൻ്റ്, അങ്ങനെ ജഗതി ചേട്ടൻ, അങ്ങനെയുള്ളവരുടെ ലിസ്റ്റിൽ വളരെ പ്രാധാന്യത്തോടെ വളരെ ആദരവോടെ ഞാൻ എന്നും നോക്കിക്കണ്ടിട്ടുള്ള എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ വേണു നാഗവള്ളി. വേണുചേട്ടനെ കുറിച്ച് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ നാഗവള്ളി ആർ.എസ്. കുറുപ്പിൻ്റെ നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. റേഡിയോ നാടകത്തിൽ അത് മാരി വേണീസ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ഓഡിഷനിലൂടെ ആകാശവാണിയിലെ ഡ്രാമ ആർട്ടിസ്റ്റായിട്ട് എനിക്ക് രംഗപ്രവേശം നടത്താൻ കഴിഞ്ഞു. നാഗവള്ളി ആർ.എസ്. കുറുപ്പ് സാറിൻ്റെ നാടകത്തിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം വേണുചേട്ടനുമായിട്ടുള്ള ബന്ധം വളരെ അടുപ്പത്തിലാകുന്നത് അദ്ദേഹം സിനിമാ രംഗത്ത് പ്രവേശിച്ചതിന് ശേഷമാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദം മലയാളികൾക്ക് സുപരിചിതമായി കഴിഞ്ഞിരുന്നു. ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത് വേണു നാഗവള്ളി എന്ന് പറഞ്ഞു തുടങ്ങുന്ന സരസമായ രസകരമായ സംഭാഷണങ്ങൾ, ഓരോ പാട്ടിനും അവതരണമായി അദ്ദേഹം രേഖപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ പാട്ടിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവ് പ്രകടമാക്കുന്ന രീതിയിൽ ശ്രോതാക്കളുമായി ഒരു ആത്മബന്ധം സ്ഥാപിച്ച് അദ്ദേഹം നടത്തുന്ന ആ ഒരു സല്ലാപം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. പ്രൗഢഗംഭീരമായ പ്രഭാഷണം എന്നതിനപ്പുറം ഇഷ്ടഗാനങ്ങൾ സരസമായി അവതരിപ്പിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ആകാശവാണിയിൽ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു ചിറ്റ്ചാറ്റിലൂടെ ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്നത്. അതുവരെ ഇഷ്ടഗാനങ്ങളോ നിങ്ങൾ ആവശ്യപ്പെട്ട ഗാനങ്ങളൊക്കെ അവതരിപ്പിച്ചിരുന്നത് എന്നെ സ്ഥലത്ത് ഇടുക്കിയിൽ നിന്നും രാമചന്ദ്രൻ, കൊല്ലത്ത് നിന്നും എബ്രഹാം, കോഴിക്കോട്ട് നിന്നും മുഹമ്മദും കുടുംബവും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഫോർമലായിട്ടുള്ള രീതിയിൽ ആരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവരുടെ പേരുകളൊക്കെ വായിക്കുക. അതിനപ്പുറം ഒരു സല്ലാപത്തിൻ്റെ രീതിയിൽ പാട്ടുകൾ അവതരിപ്പിച്ച് തുടങ്ങിയത് വേണുചേട്ടനാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ അദ്ദേഹത്തെ ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത്രത്തോളം പരിചയം പ്രേക്ഷകരുടെ ഇടയിൽ അല്ലെങ്കിൽ ശ്രോതാക്കളുടെ ഇടയിൽ വന്നതിന് ശേഷമാണ് സിനിമാ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. വേറൊരു അടുപ്പം കൂടിയുണ്ട്. അത് പറയുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ രാജ്കുമാർ, അദ്ദേഹം ഇന്നില്ല, സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത രാജ്കുമാറിൻ്റെ ക്ലാസ്മേറ്റ് കൂടിയാണ് വേണുചേട്ടൻ. വേണുചേട്ടനാണ് ഞാൻ തിരുവനന്തപുരത്തെ പല വാടക വീടുകളിലും താമസിച്ചിരുന്നു. ഇവിടെ അടുത്ത് തൈക്കാട് മൈതാനത്തിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ പൗണ്ട് കോളനിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വീട്ടിൽ ഞാൻ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് വേണുചേട്ടനും എൻ്റെ ജ്യേഷ്ഠനുമായിട്ടുള്ള അടുപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വയ്ക്കാൻ നേരത്ത് വേണുചേട്ടനോട് ഞാൻ പറഞ്ഞു, ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, ഇനി എനിക്കൊരു വീട് വയ്ക്കണം, സ്വന്തമായിട്ടൊരു വീടില്ല, എൻ്റെ സ്വപ്നമാണ്. അപ്പോൾ വേണുചേട്ടനാണ് സജസ്റ്റ് ചെയ്തത്. അതിന് ജഗദീശ ഒരു കാര്യം ചന്ദ്രമോഹനെ ചെന്നൊന്ന് കണ്ടാൽ മതി. ചന്ദ്രമോഹൻ എന്ന് പറഞ്ഞാൽ രാജ്കുമാറിൻ്റെ എൻ്റെയൊക്കെ ക്ലാസ്മേറ്റാണ്. അങ്ങനെ ചന്ദ്രമോഹൻ എന്ന ആർക്കിടെക്റ്റുമായിട്ടുള്ള അടുപ്പം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റുമാരിൽ ഒരാളാണ് ചന്ദ്രമോഹൻ. അദ്ദേഹവുമായിട്ടുള്ള ബന്ധം അത് തുടങ്ങാനുള്ള ഒരു നിമിത്തമായത് വേണുചേട്ടനാണ്. പിന്നീട് വേണുചേട്ടൻ കഥാകൃത്ത് എന്ന നിലയിൽ, തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ വളരെയധികം എസ്റ്റാബ്ലിഷ്ഡായി. ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ പല ചിത്രങ്ങളിലും നല്ല വേഷങ്ങൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകി, ബാലചന്ദ്ര മേനോൻ സാറിൻ്റെ ചിത്രങ്ങളിലൂടെ. പിന്നെ അദ്ദേഹത്തിനുള്ളിൽ ഒരു നല്ല റൈറ്റർ ഉണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും വ്യക്തമാകുന്ന രീതിയിൽ കുറേ സ്ക്രിപ്റ്റുകൾ, നല്ല നല്ല സ്ക്രിപ്റ്റുകൾ അദ്ദേഹം എഴുതി. അതിൽ ഗുരുജി ഒരു വാക്ക് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സിനിമയാണ്. എന്തായാലും അദ്ദേഹത്തിന് സംഗീതവുമായിട്ടുള്ള ബന്ധം കാരണം അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ, അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള ചിത്രങ്ങളിൽ, അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളിൽ എല്ലാം തന്നെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളുണ്ട്. തിരക്കഥ എഴുതിയിട്ടുള്ള ഗുരുജി ഒരു വാക്കിൽ എത്ര നല്ല പാട്ടുകളുണ്ടെന്നറിയാം. ഈ ഗാനം മറക്കുമോ എന്ന ഒരു ചിത്രം, അതത്ര വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായില്ലെങ്കിൽ പോലും അതിലെ പാട്ടുകൾ സൂപ്പർ ഹിറ്റായിരുന്നു. അങ്ങനെ വേണുചേട്ടൻ റൈറ്റർ എന്ന രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം പിന്നീടാണ് സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കടന്നു വരുന്നത്. സുഗമോ ദേവി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം കടന്നു വരുന്നത്.
ആ സമയത്തൊക്കെ സുഗമോ ദേവി സമയത്ത് എനിക്ക് വേണിച്ചേട്ടനുമായിട്ട് അത്ര അടുപ്പമില്ല. സുഗമോ ദേവിയുടെ റിലീസിന് ശേഷം അത് ഒരു സൂപ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും, അപ്പോഴേക്കും ഞാനും സിനിമാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു. ഓടരതമ, വാളറിയാം, മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്നീ ചിത്രങ്ങളിലൂടെ ഞാൻ സിനിമാ രംഗത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ വേണിച്ചേട്ടനുമായിട്ട് വളരെയധികം അടുപ്പം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി തന്നെ നിരന്തരം അദ്ദേഹത്തെ സന്ദർശിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമായിട്ട് അദ്ദേഹം എനിക്കൊരു അവസരം തരുന്നത് സർവകലാശാല എന്ന ചിത്രത്തിലാണ്. വലിയ വേഷമൊന്നുമില്ല, പക്ഷേ അതിനകത്തൊരു പിവറ്റൽ റോളാണ്, ഒരു ലൈബ്രറിയൻ്റെ വേഷം. അപ്പോൾ ഈ ചെറിയ വേഷമാണെന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ലാതെ തുല്യമായിട്ടുള്ള പരിഗണന എല്ലാവർക്കും നൽകിയിരുന്ന ഒരു സ്നേഹസമ്പന്നനായിരുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടി എല്ലാ കാലത്തും, ഉണ്ണി സൂചിപ്പിച്ച പോലെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പം അധികം സുഹൃത്തുക്കളില്ല, പക്ഷെ ഉള്ള സുഹൃത്തുക്കൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് വലിയ വിവാദമായിരുന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് അദ്ദേഹം എന്നും കണ്ടിട്ടുള്ളത്. ഒരു യഥാർത്ഥ സഖാവിന് ഈശ്വരവിശ്വാസവും ആകാം, അല്ലെങ്കിൽ ഈശ്വരവിശ്വാസമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ്, ആ കമ്മ്യൂണിസ്റ്റിന് കൂടുതൽ പ്രസക്തിയുണ്ട് സമൂഹത്തിൽ എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചപ്പോൾ അക്കാലത്ത് അതൊരു വിവാദമായി മാറിയിരുന്നു. പക്ഷേ ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്, ഈശ്വരവിശ്വാസി ആകാം ഒരു കമ്മ്യൂണിസ്റ്റിന്. വിശ്വാസവും പ്രത്യയശാസ്ത്രവുമായി അങ്ങനെ അകൽച്ച പാലിക്കേണ്ട കാര്യമില്ല എന്ന യാഥാർത്ഥ്യം ഇന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയുന്നു. വേണിച്ചേട്ടൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റാണ്, അതേസമയം ഒരു ഈശ്വരവിശ്വാസിയും കൂടെയാണ്. അപ്പം അങ്ങനെ ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിൽ, സുഹൃത്ത് ബന്ധത്തിൻ്റെ കാര്യത്തിൽ, സമൂഹത്തിൻ്റെ കാര്യത്തിൽ, സമൂഹത്തിൽ എന്തൊക്കെയാണ് ഒരു കലാകാരൻ ചെയ്യേണ്ടത്, അദ്ദേഹത്തിൻ്റെ ഒരു കലാകാരൻ്റെ പ്രതിബദ്ധത എന്താണ്, സമർപ്പണം എന്താണ്, എന്തായിരിക്കണം എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ബോധമുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു. അതനുസരിച്ച് പ്രവർത്തിച്ചു. തൻ്റെ സിനിമകളിൽ ഹാസ്യമായിക്കോട്ടെ എന്തായിക്കോട്ടെ അതിനകത്ത് ഒരു ഇമോഷൻസിന്, സെൻറ്റിമെൻറ്റ്സിന് അദ്ദേഹത്തിന് എക്കാലത്തും പ്രിയങ്കരമായിരുന്നു. ഹ്യൂമറൊക്കെ അവതരിപ്പിച്ച്, അപ്പോൾ സുഗമോ ദേവി എന്ന ആദ്യ ചിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ബോണ്ടിങ് എന്ന് പറയുന്നത്, മോഹൻലാൽ ജഗതി ചേട്ടൻ്റെ ആ കോമ്പിനേഷൻ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എനിക്ക് ഭാഗ്യവശാൽ അതിലെ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ജീവിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണ് മോഡൽ സ്കൂളിൽ. സൈമൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നോക്കൂ, ആ സൈമൺ പാടിയിരുന്ന ഒരു പാട്ടിന്, എനിക്ക് പാട്ടൊന്നും ഓർമ്മയില്ല, പക്ഷേ ആ പാട്ടിൻ്റെ ഒരു വരി എൻ്റെ മനസ്സിൽ, ഞാനന്ന് സൈമണൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വേണിച്ചേട്ടൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ സമയത്ത് സൈമൺ പാടിയിരുന്ന ഒരു പാട്ടിൻ്റെ ഒരു വരി എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കാരണം സൈമൺ ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ചു പോകുന്നത്, സൈമൺ വിട്ടുപിരിയുന്നത്. അപ്പോൾ ആ കവടിയാർ റോഡിൽ ബൈക്കിൽ പോകുമ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഒരു കാളവണ്ടി ഉണ്ടായിരുന്നു. ഒരു ഡേഞ്ചർ സിഗ്നലൊന്നും, റെഡ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. രാത്രി ആ കാളവണ്ടിയിൽ ഇടിച്ചാണ് സൈമൺ മരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഓർമ്മ അതാണ്. അന്ന് സൈമൺ ഗാനമേളയിലും വളരെ സീനിയർ വിദ്യാർത്ഥിയാണ്, എൻ്റെ വളരെ സീനിയർ വിദ്യാർത്ഥിയാണ്. വേണിച്ചേട്ടനും പാടിയിട്ടുണ്ട്. അന്ന് സൈമൺ പാടിയ പാട്ട്, സുന്ദരി ഈ മധുരിമമായുകയില്ലേ സുന്ദരി ലവ് ലവ് ലൈയ മുझे ലവ് ലവ് ലൈയ, അങ്ങനെ ഒരു പാട്ട് പാടിയതായിട്ട് എത്രയോ വർഷം ഞാൻ ഓർത്തിരുന്നു. അപ്പോൾ ഞാൻ വേണിച്ചേട്ടനോട് പറഞ്ഞു സൈമണിൻ്റെ ഈ പാട്ട്. അപ്പോൾ വേണിച്ചേട്ടൻ ഓർത്തു, ഇതെങ്ങനെ ഓർത്തിരിക്കുന്നു ജഗദീഷ് എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ അത്രത്തോളം നമ്മളൊരു മോഡൽ സ്കൂളിലെ ആ വിദ്യാർത്ഥി ജീവിതത്തിൽ ഞാനൊരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പ്രതിഭാധനരായ സീനിയേഴ്സ്, നമ്മുടെ സീനിയേഴ്സ്, അവരെ അവതരിപ്പിച്ചിട്ടുള്ള ജഗതി ചേട്ടൻ, വേണിച്ചേട്ടൻ, അവരൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള കലാപരിപാടികൾ കണ്ട് അന്ന് ഇംഗ്ലീഷ് നാടകമൊക്കെ, മെർച്ചൻ്റ് ഓഫ് വെനീസ്, ഡബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞൊരു നാടകമൊക്കെ കണ്ട് ഞാൻ സ്തബ്ധനായിരുന്നു പോയിട്ടുണ്ട്. വെളിയിൽ നിന്നൊരു ട്രൂപ്പ് വന്ന്, കാബൂളിവാല എന്ന് പറഞ്ഞ ട്രൂപ്പ്, അന്ന് 25 പൈസ ടിക്കറ്റായിരുന്നു. ടിക്കറ്റ് എടുത്ത് ആ കാബൂളിവാല എന്ന്, ഉണ്ണിക്കൊക്കെ ഓർമ്മ കാണും ആ നാടകം. അത് കണ്ട് ഞങ്ങളൊക്കെ വളരെയധികം ഇംപ്രസ്ഡായി, വളരെ രസകരമായി കാണാൻ കഴിഞ്ഞ ഒരു നാടകമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ വേണിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ സംബന്ധിച്ചിടത്തോളം